Hello dear students, today we are discussing about Erik Erikson's psychosocial development theory. Psychosocial theory is one of the important concepts in development psychology. ഒരു ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് 8 സ്റ്റേജുകളിലൂടെയാണ് നടക്കുന്നത് എന്നാണ് എറിക് എറിക്സൺ ഈ ഒരു സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറിയിൽ പറയുന്നത്. ഈച്ച് സ്റ്റേജ് പ്രസൻസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ആൻ ഇൻഡിവിജ്വൽസ് നീഡ്സ് ആൻഡ് സൊസൈറ്റൽ എക്സ്പെക്റ്റേഷൻസ്. അതായത് ഈ ഓരോ സ്റ്റേജുകളിലും ഇൻഡിവിജ്വൽസിൻ്റെ നീഡും സൊസൈറ്റൽ എക്സ്പെക്റ്റേഷൻസും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റിനെ സക്സസ്ഫുള്ളി മാനേജ് ചെയ്യുവാണെങ്കിൽ അതൊരു ഹെൽത്തി പേഴ്സണാലിറ്റി ആയിട്ട് മാറുമെന്നും, ഇനി അതല്ല ഈ ഒരു കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യുന്നതിൽ ഫെയിലിയർ ആണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മളുടെ പേഴ്സണാലിറ്റീനെ അത് അഫക്റ്റ് ചെയ്യുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇൻഫാൻസി, ഏർലി ചൈൽഡ്ഹുഡ്, പ്രീ സ്കൂൾ, സ്കൂൾ ഏജ്, അഡോളസെൻസ്, യങ് അഡൽട്ട്ഹുഡ്, മിഡിൽ അഡൽട്ട്ഹുഡ് ആൻഡ് മെച്യൂരിറ്റി. ദീസ് ആർ ദി 8 സ്റ്റേജസ്. ഇത് നമുക്ക് ഈ ഓരോ സ്റ്റേജും ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലെ ഫസ്റ്റ് സ്റ്റേജ് ഇൻഫാൻസി സ്റ്റേജാണ്. ബർത്ത് ടു അപ്രോക്സിമേറ്റ്ലി 18 മന്ത്സ് വരെയുള്ള ടൈമാണ് നമ്മൾ ഇൻഫാൻസി പീരീഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു ഇൻഫാൻസി സ്റ്റേജിൽ നമ്മൾ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. സോ ഈ ഒരു സ്റ്റേജിൽ കുട്ടിക്ക് വേൾഡിനെ പറ്റിയിട്ട് യാതൊരു ഐഡിയ ഇല്ല. കുട്ടി എല്ലാ കാര്യങ്ങൾക്കും കുട്ടിയുടെ പ്രൈമറി കെയർ ഗിവേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പ്രൈമറിലി കുട്ടിയുടെ അമ്മയാണ് കുട്ടി ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ ഒരു ഇൻഫാൻസി സ്റ്റേജിൽ നടക്കുന്ന ഇമ്പോർട്ടൻ്റ് ആക്ട് എന്ന് പറയുന്നത് ഫീഡിങ് ആണ്. സോ കുട്ടിയുടെ പാരൻസിൻ്റെ കയ്യിൽ നിന്ന് കുട്ടിക്ക് ഫുഡ്, ലവ്, വാംത്ത്, സേഫ്റ്റി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുന്ന സമയത്ത് കുട്ടിക്ക് അവിടെ ഒരു ട്രസ്റ്റ് ഫീൽ ചെയ്യും. അതായത് കുട്ടിക്ക് കുട്ടിയുടെ ചുറ്റിലുള്ള ആൾക്കാരുടെ അടുത്ത് നിന്നും ലവ്, അഫെക്ഷൻ, ഫുഡ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുന്ന സമയത്ത് കുട്ടിക്ക് ഞാനുള്ള ഈ ഒരു സ്ഥലത്ത് ഞാൻ സേഫാണ്, എനിക്ക് എൻ്റെ ചുറ്റിലുള്ള ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യാം, ഇങ്ങനെയുള്ളൊരു ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത്. സോ കുട്ടിയിൽ ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം കുട്ടിക്ക് പാരൻസിൻ്റെ അടുത്ത് നിന്ന് ഫുഡ്, ലവ്, വാംത്ത്, സേഫ്റ്റി ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കിട്ടുന്നില്ല എന്നാണെങ്കിൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഉണ്ടാകുന്നത്. അതായത് കുട്ടിക്ക് മിസ്ട്രസ്റ്റ് എന്നുള്ളൊരു ഐഡിയ ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. കുട്ടിക്ക് അവിടെ അൺസേഫാണ്, ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഐഡിയ അവിടെ ഉണ്ടാവും. അങ്ങനെ കുട്ടിക്ക് മിസ്ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും. ഇൻഫാൻസി സ്റ്റേജിൽ ഈ 2 കോൺഫ്ലിക്റ്റിലും ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന കുട്ടിക്ക് വേൾഡിൽ എപ്പോഴും സേഫാണ്, സെക്യൂർ ആണെന്നുള്ള ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ മിസ്ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന കുട്ടിക്ക് അല്ലെങ്കിൽ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള പാരൻസിൻ്റെ അടുത്തുണ്ടാവുന്ന കുട്ടിക്ക് മിസ്ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ ആ കുട്ടിക്ക് വേൾഡിൽ ചുറ്റിലുള്ള ആൾക്കാരെ ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാതാവുക, അല്ലെങ്കിൽ ഒരു ഫിയർ ഉണ്ടാവുക, ആരെയും വിശ്വസിക്കാതാവുക, ഇങ്ങനെയൊരു ബിഹേവിയർ ആയിരിക്കും ഉണ്ടാവുന്നത്. ഇങ്ങനെ ഇൻഫാൻസി സ്റ്റേജിൽ ഉണ്ടാവുന്ന ഈ 2 കോൺഫ്ലിക്റ്റുകളെയും സക്സസ്ഫുള്ളി മാനേജ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വലിന് ഹോപ്പ് എന്നുള്ളൊരു വേർച്യു അല്ലെങ്കിൽ ക്വാളിറ്റി ഉണ്ടാവുമെന്നാണ് എറിക് എറിക്സൺ പറയുന്നത്. സോ ഹോപ്പ് ഈസ് ദി ഔട്ട്കം ഓഫ് ഇൻഫാൻസി സ്റ്റേജ്. ദെൻ സെക്കൻഡ് സ്റ്റേജ് ആണ് ദാറ്റ് ഈസ് ഏർലി ചൈൽഡ്ഹുഡ്. 2 to 3 years വരെയുള്ള ടൈം പീരീഡാണ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഏർലി ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ആണ് ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. ഈ ഒരു സ്റ്റേജിൽ നടക്കുന്ന ഇമ്പോർട്ടൻ്റ് ഇവൻ്റ് ആണ് ടോയ്ലറ്റ് ട്രെയിനിങ് ആൻഡ് ദ ഔട്ട്കം ഈസ് വിൽ. അപ്പം നിങ്ങൾ ഈ ഒരു സീരീസിൽ ഓർത്ത് വെക്കുക. സ്റ്റേജ് എന്ന് പറയുന്നത് ഏർലി ചൈൽഡ്ഹുഡ് ആണ്, 2 to 3 years ആണ്. ആൻഡ് ദ കോൺഫ്ലിക്റ്റ് ഈസ് autonomy versus shame and doubt. Important event is toilet training and the outcome is will. In the second stage, the child start to explore the world. കുട്ടി സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നതും അതുപോലെ തന്നെ പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഡിസിഷൻസ് എടുക്കുക, ഇതെല്ലാം ചെയ്യുന്നത് ഈ ഒരു സെക്കൻഡ് സ്റ്റേജിലാണ്. അപ്പോൾ കുട്ടി നമ്മളുടെ അടുത്ത് അല്ലെങ്കിൽ പാരൻസിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, ഞാൻ അങ്ങനെ ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ, അവിടെ പോയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. കുട്ടിയുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങും. സോ അങ്ങനെ വരുമ്പോൾ പാരൻസ് കുട്ടിയെ പ്രൊമോട്ട് ചെയ്യാണ് അല്ലെങ്കിൽ എൻകറേജ് ചെയ്യാണ്. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നന്നായിട്ടുണ്ടെങ്കിൽ കുട്ടിയെ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടിയിൽ ഒരു ഓട്ടോണമി എന്നുള്ളൊരു സ്കില്ല് അല്ലെങ്കിൽ ഓട്ടോണമി എന്നുള്ളൊരു ഐഡിയ ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. കുട്ടി നല്ല കോൺഫിഡൻ്റ് ആവും, കുട്ടിക്കൊരു തോന്നലുണ്ടാവും, യെസ് ഐ ക്യാൻ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ കുട്ടിയിൽ ഓട്ടോണമി ഡെവലപ്പ് ചെയ്യും. ഇനി നേരെ തിരിച്ച് കുട്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്സ് ഒക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ മിസ്റ്റേക്സ് വരുന്ന സമയത്ത് പാരൻസ് കുട്ടിയെ വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യാണ് കുട്ടിയുടെ അടുത്ത്, അല്ലെങ്കിൽ കുട്ടിയെ കളിയാക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കുട്ടിയിൽ ഷെയിമാണ് ഉണ്ടാവുന്നത്.
അതുപോലെ കുട്ടിക്ക് ഡൗട്ട് കൂടി ഉണ്ടാവും. അതായത് ഞാനിങ്ങനെ ചെയ്താൽ ശരിയാവുമോ, ഇനി ഞാനിങ്ങനെ ചെയ്താൽ തെറ്റിപ്പോവോ, എന്നെ എല്ലാവരും കളിയാക്കുമോ, ഇങ്ങനെയുള്ള ഡൗട്ട് കൂടി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കുട്ടി സ്വന്തമായിട്ടൊരു കാര്യവും ചെയ്യാതെ ആവും. സോ ഈ ഒരു സ്റ്റേജിൽ ഉണ്ടാകുന്ന 2 കോൺഫ്ലിക്റ്റാണ് ഓട്ടോണമി അല്ലെങ്കിൽ ഷെയിം ആൻഡ് ഡൗട്ട്. അതുപോലെ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻ്റാണ് ടോയ്ലറ്റ് ട്രെയിനിങ് എന്നുള്ളത്. ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ദ ചൈൽഡ് വിൽ ഡെവലപ്പ് എ സെൻസ് ഓഫ് പേഴ്സണൽ കൺട്രോൾ ആൻഡ് എ സെൻസ് ഓഫ് ഇൻഡിപെൻഡൻസ്. അതായത് കുട്ടിയുടെ ബോഡി ഫങ്ഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് ലേൺ ചെയ്യും. അതുപോലെ തന്നെ കുട്ടിയുടെ പേഴ്സണലായിട്ടുള്ള ചെറിയ പ്രിഫറൻസുകളുണ്ടാകും. ക്ലോത്തിങ് സെലക്ഷൻസ്, ടോയ് പ്രിഫറൻസ്, ഫുഡ് സെലക്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം കുട്ടി ഡിസിഷൻസ് എടുക്കാൻ കൂടി തുടങ്ങും. ഈ ഒരു സ്റ്റേജിലുണ്ടാകുന്ന ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് എന്നുള്ളൊരു കോൺഫ്ലിക്റ്റിനെ സക്സസ്ഫുള്ളി മാനേജ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് വിൽ പവർ അല്ലെങ്കിൽ ഒരു ഡിറ്റർമിനേഷൻ എന്നുള്ളൊരു വേർച്യൂയാണ് കിട്ടുന്നത്. ഇനി ആ ഒരു വേർച്യൂ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, ഫെയിലിയർ ആണെന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ദ പേഴ്സണാലിറ്റി അത് അഫക്റ്റ് ചെയ്യുന്നതാണ് എറിക് എറിക്സൺ പറയുന്നത്. നെക്സ്റ്റ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് ഈസ് പ്രീ സ്കൂൾ ആൻഡ് ദ ഏജ് ഈസ് ഇൻ ബിറ്റ്വീൻ 3 to 5 years. ദ മെയിൻ കോൺഫ്ലിക്റ്റ് ആർ ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. The major event in this period is exploration and the outcome or virtue is purpose. So മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള പ്രീ സ്കൂളിൽ വരുന്ന മേജർ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് ആണ്. ഈ ഒരു പ്രീ സ്കൂൾ പീരീഡിലാണ് കുട്ടികൾ കളിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുക, അതുപോലെ തന്നെ സോഷ്യൽ ഇൻട്രാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ഒരു പീരീഡിലാണ്. ഇങ്ങനെ കളിക്കുന്ന സമയത്തും സോഷ്യൽ ഇൻട്രാക്ഷൻസ് നടക്കുന്ന സമയത്തും കുട്ടിയുടെ പവർ അല്ലെങ്കിൽ കൺട്രോള് മറ്റുള്ള ആൾക്കാരുടെ മുകളിൽ അസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അതായത് കളികൾ സ്റ്റാർട്ട് ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ ഇൻട്രാക്ഷൻസ് ഇനീഷ്യേറ്റ് ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനും ഈ ഒരു ടൈം പീരീഡിൽ തുടങ്ങും. ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ട് കളിക്കുന്ന സമയത്ത് ഇനീഷ്യേറ്റീവ് എടുക്കുന്ന കുട്ടികൾ നല്ല രീതിയിൽ മറ്റുള്ള ആൾക്കാരെ ലീഡ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് സ്കിൽ എടുക്കുന്നതിൽ നല്ല capable ആയിരിക്കും. The children who are successful at this stage feel capable and able to lead others. മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാനും ലീഡ് ചെയ്യാനും നല്ലൊരു ലീഡർ ആവാനും capable ആവുന്ന ഒരു സ്കില്ലാണ് ഇവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. സോ ഇവിടെയുള്ള ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇനീഷ്യേറ്റീവാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഗിൽട്ടാണ്. അതായത് ഈ ഒരു സ്കില്ല് അക്വയർ ചെയ്യാത്ത കുട്ടികളുണ്ടല്ലോ, അതായത് കളിക്കുന്ന സമയത്ത് ഇനീഷ്യേറ്റീവ് എടുക്കാനൊന്നും പറ്റാതെ ആ ഒരു നീഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരുന്ന കുട്ടികൾക്ക് ഒരു സെൻസ് ഓഫ് ഗിൽട്ട്, സെൽഫ് ഡൗട്ട് ഇതൊക്കെയാണ് ഉണ്ടാവുന്നത്. ഇങ്ങനെയുള്ള കുട്ടികൾ ഒരിക്കലും ഇനീഷ്യേറ്റീവ് എടുക്കില്ല. അവരുടെ ഫ്യൂച്ചർ ലൈഫിലും അവർ ഇനീഷ്യേറ്റീവ് എടുക്കാത്ത കുട്ടികളായിരിക്കും. സോ നല്ല രീതിയിൽ ഈ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കുട്ടികൾക്ക്, അതായത് നല്ല രീതിയിൽ മറ്റുള്ളവരെ ലീഡ് ചെയ്യുക, ഇനീഷ്യേറ്റീവ് എടുക്കുക, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന കുട്ടി ഒരു സെൻസ് ഓഫ് പർപ്പസ് എന്നുള്ളൊരു വേർച്യൂ ആണ് അച്ചീവ് ചെയ്യുന്നത്. അതുപോലെ മറ്റുള്ളവരുടെ മുകളിൽ ടൂ മച്ച് പവർ എക്സേർട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് സൊസൈറ്റിയിൽ നിന്നും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നും ഒരു ഡിസപ്രൂവൽ അല്ലെങ്കിൽ ഒരു സെൻസ് ഓഫ് ഗിൽറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. സോ ഇത്രയാണ് ഈ ഒരു സ്റ്റേജിൽ വരുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി 4th സ്റ്റേജ്, ദാറ്റ് ഈസ് സ്കൂൾ ഏജ്. 6 to 11 years ആണ് സ്കൂൾ ഏജ് വരുന്നത്. സ്കൂൾ ഏജിലെ 2 കോൺഫ്ലിക്റ്റ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ആണ്. 6 to 11 ഇയേഴ്സിലെ മെയിൻ ഇവൻ്റ് എന്ന് പറയുന്നത് സ്കൂളാണ്. ഇനി ഈ ഒരു സ്കൂൾ ഏജിലെ കോൺഫ്ലിക്റ്റ് സക്സസ്ഫുള്ളി മാനേജ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വേർച്യൂ എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. അപ്പോൾ സ്കൂൾ ഏജ് 6 to 11 ഇയേഴ്സ്, ദ കോൺഫ്ലിക്റ്റ് ആർ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി, ദ മെയിൻ ഇവൻ്റ് ഈസ് സ്കൂൾ ആൻഡ് ദ വേർച്യൂ ഈസ് കോൺഫിഡൻസ്. ഈ ഒരു ഏജ് പീരീഡിലാണ് സോഷ്യൽ ഇൻട്രാക്ഷൻസ് നടക്കുന്നത്. സോഷ്യൽ ഇൻട്രാക്ഷൻസ് നന്നായിട്ട് നടക്കുന്ന സമയത്ത് കുട്ടികളുടെ മനസ്സിൽ ഒരു കൈൻഡ് ഓഫ് പ്രൈഡ് ഡെവലപ്പ് ചെയ്യും. സ്കൂളിൽ എന്തെങ്കിലും അവർക്ക് അക്കംപ്ലിഷ്മെൻറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ അംഗീകരിക്കുന്ന സമയത്ത് അവർക്കൊരു പ്രൈഡ് ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് ഒരുപാട് പുതിയ ഡിമാൻഡ്സ് ഉണ്ടാവുന്നുണ്ട്. അക്കാദമിക് ഡിമാൻഡ്സ്, സോഷ്യൽ ഡിമാൻഡ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതായത് നന്നായിട്ട് പഠിക്കണം, ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഏറ്റവും നല്ല ടോപ്പായിട്ടുള്ള കുട്ടിയാവണം. ഇങ്ങനെ കുറേ സോഷ്യൽ ആൻഡ് അക്കാദമിക് ഡിമാൻഡ്സ് കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് അവർ അതുമായിട്ട് കോപ്പപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. സോ ഇങ്ങനെ ഡിമാൻഡ്സ് ഉണ്ടാകുന്ന സമയത്ത് കുട്ടികൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് സക്സസ് ഉണ്ടാവും. ഇങ്ങനെ സക്സസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരിലൊരു സെൻസ് ഓഫ് കോമ്പിറ്റൻസ് ആണ് ഉണ്ടാവുന്നത്.
ഇതാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇനി ഇതേ സമയത്ത് ചില കുട്ടികൾക്ക് ഇത് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ഫെയിലിയർ ആവുന്ന കുട്ടികൾക്ക് ഒരു ഫീലിംഗ് ഓഫ് ഇൻഫ്യൂരിറ്റി ആണ് ഉണ്ടാവുന്നത്. അവർക്ക് എപ്പോഴും ഒരു ഇൻഫ്യൂരിറ്റി ഫീലിങ്സ്, അവർക്ക് കഴിവില്ല, അവരൊന്നിനും കൊള്ളില്ല, അങ്ങനെ ഒരു ഫീലിംഗ് ഓഫ് ഇൻഫ്യൂരിറ്റി അവർക്ക് ഉണ്ടാവും. ഇങ്ങനെ രണ്ട് കോൺഫ്ലിക്റ്റ് ആണ് ഈ ഒരു സ്റ്റേജിൽ വരുന്നത്, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫ്യൂരിറ്റി. ഇനി അഞ്ചാമത്തെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് അഡോളസെൻസ് ആണ്. 12 to 18 years ആണ് അഡോളസെൻസ് വരുന്നത്. The conflict in this period is identity versus role confusion. The major event is social relationship and the virtue or outcome is fidelity. ഫിഫ്ത്ത് സ്റ്റേജ് ആയിട്ടുള്ള അഡോളസെൻസിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റിയും റോൾ കൺഫ്യൂഷനും തമ്മിലാണ്. ഇവിടെ മെയിനായിട്ട് നടക്കുന്നത് സോഷ്യൽ റിലേഷൻഷിപ്സ് ആണ്. അതുപോലെ വേർച്യൂ എന്ന് പറയുന്നത് ഫിഡലിറ്റി ആണ്. ഫിഡലിറ്റി എന്ന് പറഞ്ഞാൽ ക്രെഡിബിലിറ്റി എന്നുള്ളൊരു മീനിങ് ആണ്. സോ അഡോളസെൻസിലാണ് ഒരു ഇൻഡിവിജ്വൽ അയാളുടെ ഇൻഡിപെൻഡൻസും ഫ്രീഡവും ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുന്നത്. ഇങ്ങനെ ഫ്രീഡം എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുന്ന സമയത്താണ് നമ്മളുടെ സെൽഫ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഒരു പീരീഡിൽ പ്രോപ്പർ ആയിട്ടുള്ള എൻകറേജ്മെൻറ്റും റീഇൻഫോഴ്സ്മെൻ്റ് എല്ലാം കിട്ടുന്ന ഒരാൾക്ക് നല്ലൊരു സ്ട്രോങ് സെൻസ് ഓഫ് സെൽഫ് ഉണ്ടാവും. അതായത് നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റിയാണ് ഇവിടെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പം നമ്മളുടെ ബിലീഫ്സ്, ഐഡിയൽസ്, നമ്മളുടെ വാല്യൂസ്, ഇതൊക്കെയാണ് നമ്മളുടെ ബിഹേവിയറിനെ, ഒരു പേഴ്സൻ്റെ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. എറിക്സൻ്റെ കൺസെപ്റ്റ് പ്രകാരം എല്ലാ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അദ്ദേഹത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഈ ഒരു സ്റ്റേജിനെയാണ്. കാരണം ഈ ഒരു സ്റ്റേജിലാണ് നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റി ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഫ്യൂച്ചർ ലൈഫിൽ, നമ്മളുടെ ഫ്യൂച്ചർ പേഴ്സണാലിറ്റിയിൽ ഈ ഒരു സ്റ്റേജിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ നമ്മൾക്കുണ്ടാവുന്ന സോഷ്യൽ ഇൻട്രാക്ഷൻസ്, നമ്മളുടെ ഫ്രണ്ട്സ്, നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് നമ്മളുടെ ഒരു ഈഗോ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ഒരു കോൺഷ്യസ് സെൻസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. മറ്റുള്ളവരുമായിട്ടുണ്ടാവുന്ന നമ്മളുടെ ഡെയിലി ഇൻറ്ററാക്ഷൻസിൽ കിട്ടുന്ന ന്യൂ എക്സ്പീരിയൻസസും ഇൻഫോർമേഷൻസും അക്യൂർ ചെയ്യുന്നത് വഴി നമ്മളുടെ ഐഡൻറ്റിറ്റി കോൺസ്റ്റൻ്റ്ലി ചേഞ്ചസ് വരുന്നതാണ് എറിക്സൺ പറയുന്നത്. സോ ഈ ഒരു സ്റ്റേജിൽ കോൺഫ്ലിക്റ്റ് തമ്മിൽ നല്ലൊരു ബാലൻസ് ഉള്ള ഒരാൾക്ക് സ്ട്രോങ് ഐഡൻറ്റിറ്റിയും അതുപോലെ തന്നെ അതിൽ സക്സസ്ഫുൾ ആവാത്ത ഒരാൾക്ക് റോൾ കൺഫ്യൂഷനും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ റോൾ കൺഫ്യൂഷനാണ് മറ്റൊരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അവരെപ്പോഴും ഇൻസെക്യൂർ ആയിരിക്കും, അതുപോലെ തന്നെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അവരെക്കുറിച്ച് തന്നെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ ഒരു റോൾ കൺഫ്യൂഷനാണ് അവർക്ക് ഉണ്ടാവുന്നത്. ഇനി സിക്സ്ത് സ്റ്റേജ് ആയിട്ടുള്ള യങ് അഡൾട്ട്ഹുഡാണ്. 18 to 40 years ആണ് യങ് അഡൾട്ട്ഹുഡ് വരുന്നത്. യങ് അഡൾട്ട്ഹുഡിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ ആണ്. ഇവിടുത്തെ മേജർ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് ഫോമിങ് ഇൻറ്റിമേറ്റ് ലവിങ് റിലേഷൻഷിപ്പ് വിത്ത് പീപ്പിൾ ആൻഡ് ദ വെർച്യൂ ഈസ് ലവ്. സോ യങ് അഡൾട്ട്ഹുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പേഴ്സണൽ റിലേഷൻഷിപ്പ്, അതായത് ലവിങ് റിലേഷൻഷിപ്പ് എക്സ്പ്ലോർ ചെയ്യുന്ന സമയമാണ്. ഈ ഒരു സമയത്താണ് നമ്മൾക്ക് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആവശ്യമുള്ളൊരു സമയം. ഇതിൽ സക്സസ് ആവുന്ന ഒരു ഇൻഡിവിജ്വലിന് സ്ട്രോങ് റിലേഷൻഷിപ്സ് ഉണ്ടാവും. ഇതിലൊരു പ്രോപ്പർ ബാലൻസ് കീപ്പ് ചെയ്യുന്ന ഒരാൾക്ക് ലവ് എന്നുള്ളൊരു വേർച്യൂ ആണ് നേടുന്നത്. ഇനി അതല്ല, ഇതിൽ ഫെയിലിയർ ആവുന്ന ആൾക്കാർക്ക് ഐസൊലേഷൻ, ലോൺലിനെസ് ഒക്കെയാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഈ ഒരു സ്റ്റേജിൽ സക്സസ്ഫുൾ ആവുന്ന ആൾക്കാർക്ക് ക്ലോസ് റിലേഷൻഷിപ്പ്, കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും ഒരു ലവ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാനും ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാനും വേണ്ടി പറ്റും. സോ ഇൻറ്റിമസിയുടെ ഓപ്പോസിറ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഐസൊലേഷനാണ്. അതായത് ഈ ഒരു സക്സസ്ഫുള്ളി ഇത് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇൻറ്റിമസിയോട് ഒരു വിരോധം, അവർ ആ ഇൻറ്റിമസിയെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതുപോലെ തന്നെ അവർക്ക് കമ്മിറ്റ്മെൻറ്റിനോട് ഫിയർ ആയിരിക്കും ഉണ്ടാവുന്നത്. അവർക്ക് ലോൺലിനെസ്സും അതുപോലെ തന്നെ പിന്നീട് ചില സമയങ്ങളിൽ ഡിപ്രഷനും ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അടുത്ത ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് മിഡിൽ അഡൾട്ട്ഹുഡ് ആണ്. 40 years to 65 years ആണ് മിഡിൽ അഡൾട്ട്ഹുഡ് വരുന്നത്. ഇവിടെയുള്ള മേജർ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ ആണ്. The major life events are work and parenthood and the virtue is care. ഒരു ഇൻഡിവിജ്വൽ അയാളുടെ കരിയർ, ഫാമിലി, ലൈഫ് ഇതെല്ലാം ബിൽഡ് ചെയ്യുക, ഫോക്കസ് ചെയ്യുന്ന ഒരു ടൈമാണ് അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത്. അഡൾട്ട്ഹുഡിൽ നമ്മൾക്ക് എപ്പോഴും എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്യുക, നർച്ചർ ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ കുട്ടികളുണ്ടാവുക, ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്രിയേറ്റ് ചെയ്യുക, നർച്ചർ ചെയ്യുക എന്നുള്ളൊരു നീഡുള്ള ടൈമാണ് അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത്.
അങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്കൊരു യൂസ്ഫുൾനെസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു അക്കംപ്ലിഷ്മെൻറ്റ് എത്തി എന്നുള്ളൊരു ഫീലിങ്സ് നമുക്കുണ്ടാവും. ഈ ഒരു പീരീഡിൽ സക്സസ്ഫുൾ ആവുന്ന ആൾക്കാർക്ക് എപ്പോഴും ഞങ്ങൾ എന്തെങ്കിലും വേൾഡിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളൊരു, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത്. ഇതാണ് ജനറേറ്റിവിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതല്ല, ഇതിൽ ഫെയിലിയർ ആവുന്ന ആൾക്കാർക്ക് വേൾഡിൽ നമ്മളൊന്നും ഇൻവോൾവ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത്. ഈ ഒരു സക്സസ് അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് നമ്മൾ വേൾഡിൽ അൺഇൻവോൾവ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ അൺപ്രൊഡക്റ്റീവ് ആയിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അതാണ് സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഉണ്ടാവുന്ന റോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷനാണ്. ഈ ഒരു സ്റ്റേജ് സക്സസ്ഫുള്ളി ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ കെയർ എന്നുള്ള വേർച്യൂ ആണ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇവിടെ നമ്മൾ നമ്മളുടെ അച്ചീവ്മെൻറ്റ്സ്, അക്കംപ്ലിഷ്മെൻറ്റിനെ പറ്റിയിട്ടൊക്കെ പ്രൗഡായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ചിൽഡ്രൻ ഗ്രോ ചെയ്യുന്നതും അഡൽട്ട് ആവുന്നതൊക്കെ വാച്ച് ചെയ്യാനും നമുക്ക് പറ്റും. നമുക്ക് നമ്മുടെ ലൈഫ് പാർട്ട്ണറുമായിട്ട് ഒരു സെൻസ് ഓഫ് യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് ഈ ഒരു സ്റ്റേജിലുള്ള ഇമ്പോർട്ടൻറ്റ് അക്കംപ്ലിഷ്മെൻറ്റ്. ഇനി ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലെ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള മെച്യൂരിറ്റി സ്റ്റേജാണ്. 65 ഇയേഴ്സ് മുതൽ ഡെത്ത് വരെയുള്ള ടൈം പീരീഡാണ് മെച്യൂരിറ്റി സ്റ്റേജ് ആയിട്ട് പറയുന്നത്. ഈ ഒരു സ്റ്റേജിലുള്ള കോൺഫ്ലിക്റ്റ് ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പെയർ ആണ്. റിഫ്ലക്ഷൻ ഓൺ ലൈഫാണ് ഇവിടുത്തെ മേജർ ഇവൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന വേർച്യൂ വിസ്ഡമാണ്. ഒരു ഇൻഡിവിജ്വലെ അയാളുടെ ഹോൾ ലൈഫിനെ പറ്റിയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ടൈം പീരീഡാണ് ഓൾഡ് ഏജ് എന്ന് പറയുന്നത്. ഒരു ഇൻഡിവിജ്വലെ അയാളുടെ ലൈഫിലുണ്ടായിട്ടുള്ള ഇവൻസിനെ പറ്റിയിട്ട് ആലോചിക്കുന്നതും അതിൽ അയാൾ ഹാപ്പി ആയിരുന്നോ, അല്ലെങ്കിൽ ഇത് ചെയ്യാത്തതിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ ഒരു ഓൾഡ് ഏജിലാണ്. ലൈഫിലുള്ള എല്ലാ സ്റ്റേജസും അച്ചീവ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് എപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സെൻസ് ഓഫ് ഫുൾഫിൽമെൻ്റ് ആണ് ഉണ്ടാവുന്നത്. ഈ സ്റ്റേജിൽ സക്സസ് ആയിട്ടുള്ള ഒരാൾക്ക് ഫീലിംഗ് ഓഫ് വിസ്ഡം ഉണ്ടാവും. അതുപോലെ തന്നെ ഫെയിലർ ആയിട്ടുള്ള ഒരാൾക്ക് റിഗ്രറ്റ്, ബിറ്റർനെസ് ഒക്കെയാണ്, ഡിസ്പെയർ ആണ് ഉണ്ടാവുന്നത്. ഞാൻ അങ്ങനെ ചെയ്തത് ശരിയായില്ല, കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാമായിരുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു ഫീലിംഗ്, ഒരു റിഗ്രറ്റ് ഫീലിംഗ് ആണ് ഒരു ഫെയിലർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്നത്. ഈ രണ്ട് കോൺഫ്ലിക്റ്റുമാണ് ഓൾഡ് ഏജിൽ നമുക്ക് ഉണ്ടാവുന്നത്, ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പെയർ. അങ്ങനെ നന്നായിട്ട് ജീവിച്ചിട്ടുള്ള ആൾക്ക്, അതായത് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഫുൾഫിൽമെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ ലൈഫിൽ അയാൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അയാളുടെ ഡെത്ത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ളൊരു സ്റ്റേജിലാണ് ഉണ്ടാവുന്നത്. അയാൾക്കൊരു സെൻസ് ഓഫ് പീസ് ആണ് ഉണ്ടാവുന്നത്. ഇതിൽ ഫെയിലർ ആയിട്ടുള്ള ആൾക്ക് അയാളുടെ ലൈഫ് ഒന്നും നേടാതെ തീരാൻ പോകാമെന്നുള്ളൊരു ഫിയർ ആയിരിക്കും ഉണ്ടാവുന്നത്. അയാൾക്ക് അയാളുടെ ലൈഫ്, ഹോൾ ലൈഫ് ഒരു വേസ്റ്റ് ആയിരുന്നു എന്നുള്ളൊരു എക്സ്പീരിയൻസ്, ആ ഒരു റിഗ്രറ്റ് ഫീൽ ആയിരിക്കും ഉണ്ടാവുക. ഈ ഒരു സ്റ്റേജിൽ നമ്മൾക്ക് കിട്ടുന്ന വേർച്യൂ എന്ന് പറയുന്നത് വിസ്ഡമാണ്. സോ ഇത്രയാണ് എറിക് എറിക്സൻ്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റൽ തിയറി. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.